എന്താകും കേരളത്തിന്റെ ഭാവി? വോട്ടെടുപ്പ് കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായില്ല. കഴിഞ്ഞ ഭരണകാലത്തെ പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ സ്വാഭാവികമായി ഭരണം ലഭിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനായിരുന്നു. ജനങ്ങൾക്കും ജൻസിക്കും താല്പര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ സ്വന്തമായി ഗ്രൂപ്പില്ല, മാത്രമല്ല മന്ത്രിയായിട്ട് എക്സ്പീരിയൻസും ഇല്ല. അടുത്തതാകട്ടെ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല. സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ട്, മന്ത്രിയായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുന്നില്ല? അപ്പോഴാണ് മറ്റൊരാളുടെ പേര് മുന്നിലേക്ക് വന്നത്, കെ. സി. വേണുഗോപാൽ. ഇപ്പോൾ പാർലമെന്റിൽ ആലപ്പുഴയിൽ നിന്നുള്ള ലോകസഭാ അംഗം, ഹൈക്കമാൻഡിന്റെ സ്വന്തം. അപ്പോൾ കെ. സി. വേണുഗോപാലിന് കൂടുതൽ പരിഗണന ലഭിക്കും. പക്ഷെ കേരളത്തിലേക്ക് വന്നാൽ ഒരു ബൈ ഇലക്ഷൻ നേരിടേണ്ടി വരും. അത് ജയിച്ചാൽ MP സ്ഥാനം രാജിവെക്കണം. എന്നിട്ട് മറ്റൊരു ബൈ ഇലക്ഷൻ കൂടി നടത്തേണ്ടി വരും. അങ്ങനെ ഒരു വള്ളി പിടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചാൽ സേഫ് ആയിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പോകും. ബൈ ഇലക്ഷന് ഇനി കെ. സി. വേണുഗോപാലിന് പരാജയം സംഭവിച്ചാലും സീനിയോറിറ്റി ഉള്ള രമേശ് ചെന്നിത്തലയ്ക്ക് പോകും. അപ്പോൾ ആരാകും മുഖ്യമന്ത്രി? ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ട് 8 ദിനങ്ങൾ കഴിയുന്നു. കേരളത്തിനൊപ്പം ഇലക്ഷൻ കഴിഞ്ഞ പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി ഭരണമേറ്റ് വാഗ്ദാനങ്ങൾ പാലിക്കുകയും ചെയ്തു കഴിഞ്ഞു. എന്നാൽ കേരളം ഇപ്പോഴും അനാഥമായി കിടക്കുകയാണ്.